ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക നമ്മൾ സീസണിൽ ഇപ്പോൾ ഒരു വർഷത്തിൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക കാലത്ത് മാത്രം കിട്ടുന്ന വിഭവങ്ങൾ, അതായത് നമ്മൾ ഇപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിൽ തന്നെ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഏറ്റവും പ്രധാനപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം ചക്ക. അപ്പോൾ ഈ കൊല്ലത്തിലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു മൂത്ത ചക്ക, അപ്പോൾ അതുകൊണ്ടുള്ള ചക്ക കൂട്ടാനാണ് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചിരകി വെച്ച് അത് നമുക്ക് അരച്ചെടുക്കാം. അത് ആദ്യം റെഡിയാക്കി വെക്കുകയാണ്. അത്യാവശ്യം നല്ല അരയ്ക്കുന്നുണ്ട്. ചെറിയ ജീരകം പിന്നെ വെളുത്തുള്ളി ഇതും ചേർത്തതാ അരച്ചിവിടെ വെച്ചു. ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ചക്കക്കൂട്ടാൻ, പിന്നെ അതിലേക്ക് നമുക്ക് മത്തി മുളകിട്ടതാണ് കറിയായിട്ട്, നമ്മളൊരു ഒഴിച്ച് കറി പോലെ എന്തെങ്കിലും. ചക്കക്കൂട്ടാൻ പിന്നെ പറ്റങ്ങണ്ട് വറ്റിച്ചിട്ട്, അതായത് കുറച്ച് കുറുക്കിയിട്ടാണല്ലോ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇല്ലാത്ത രൂപത്തിലല്ലേ. അപ്പോൾ ഏതായാലും അതുകൊണ്ട് മീൻകറി. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ചക്ക ഇതിപ്പോൾ നമ്മൾ ഇവിടെ പറമ്പിൽ തന്നെയുള്ള പ്ലാവിൻ്റെ അടുത്താണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാനതിന് ചക്കേൻ്റെ അത് ചക്ക മുറിച്ച്, ഇത് ചെറിയൊരു കഷ്ണമാണ് ഞങ്ങൾക്ക് പിന്നെ രണ്ടുപേർക്ക് അത് മതിയല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അത് മുറിച്ചിട്ട് ഇനി ചുളയ്ക്കുന്ന പറിച്ച് കൊടുത്താൽ പിന്നെ അമ്മ അരിഞ്ഞോളും. ചുള കൊണ്ട് പറിച്ചെടുക്കലാണ് ചക്കയ്ക്കുള്ളൊരു ഇതാണ്. നമുക്കത് ഉണ്ടാക്കി എടുക്കൽ, നന്നാക്കി എടുക്കൽ, അതാണ് അതിൻ്റെ ഒരു പ്രയാസം. ഏതായാലും അത് തുടങ്ങാം. ഞങ്ങൾക്ക് പിന്നെ ഈ ഒരു കഷ്ണം മതി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള വലിയ ചുളയാണ് ഈ ചക്ക. പഴഞ്ചക്കയാണിത്. ഞങ്ങൾക്ക് പിന്നെ കൂടുതലും കറി വെച്ച്, അതായത് ചക്ക കൂട്ടാൻ, അതാണ് ഇഷ്ടം. പഴുത്ത ചക്കേനെക്കാട്ടും എനിക്കിഷ്ടം കൂട്ടാൻ അതാണ്. അമ്മയ്ക്കും അതെ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ എനിക്ക് റെഡിയാക്കി ഇത് നന്നാക്കി എടുക്കലാണ് കുറച്ച് പ്രയാസമുള്ള കാര്യം. അതും അത്ര ഇത് മുറിച്ച് ചുളയൊക്കെ പറിച്ച് തന്നത് അതിൻ്റെ വിളഞ്ഞി അതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാ നല്ല വലിയ ചുളയാണ്. അപ്പോൾ ഈ പാത്രത്തിൽ ഇടാം. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ചുളയൊക്കെ ഒന്ന് പറിച്ച് ഞാൻ റെഡിയാക്കി കൊടുക്കാം. ഇതാ കണ്ടോ, അതൊക്കെ കഴിഞ്ഞു. ചുള പറിച്ച് എടുത്തു, എല്ലാം റെഡിയാക്കി. ഇനി അമ്മയ്ക്ക് അരിയുന്ന പണിയുള്ളൂ. ചക്കേൻ്റെ ചൗണി ഒക്കെ മാറ്റി കളഞ്ഞൊക്കെ വൃത്തിയാക്കി. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുരു തന്നെയാണ്. ഒരു ചക്കക്കുരു അതിൽ ഇടാം. നമ്മൾ മീൻകറി, അതായത് മത്തി മുളകിട്ടത് അതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ ഇടയിൽ അവിടെ നടക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിലിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതാ ഉപ്പ് പിന്നെ പാകത്തിന് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ പാകത്തിന് വെള്ളം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ആ കുരുവൊക്കെ എടുത്ത് നന്നാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കുക്കറിൽ ഒറ്റ വിസിലേ ഉള്ളൂ. കാരണം പഴഞ്ചക്കും കൂടിയാണ്, എളുപ്പം വെന്തുടയും. ഇത് നല്ല പാകമാണ് വേവ്. അപ്പോൾ ചെറിയ തോതിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. വീണ്ടും ഇതാ നമ്മൾ അരച്ച് വെച്ചത് അതാണ് ചേർക്കാം. ഉണ്ടോ, നല്ലോണ്ട് അരച്ചത്. ചക്കയിലും ചില അരച്ചത് നല്ലോണം വേണം. നമ്മളിതിൽ കുരുമുളകിൻ്റെ പൊടി ലേശം ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ ഉണക്കിയ ആ ഒരു കുരുമുളക് മണി, അതാണ് ചേർത്ത് കൊടുക്കാൻ നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഇതാ കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. നന്നാക്കി എടുക്കേണ്ട പണിയുള്ളൂ. കറി വയ്ക്കാനൊക്കെ എളുപ്പമാണിത്. ഇനി ഇതാ നമുക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തിടാണ്ട് കടുക് പിന്നെ വറ്റൽമുളക്, ഇതാണ്.
അപ്പോൾ ഞങ്ങൾ ചക്കക്കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ കഴിക്കാൻ 12 മണി ആവണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് പണ്ടത്തെ ചക്കേൻ്റെ അന്ന് ചക്ക പ്ലാവുമ്മ കയറി ചക്കടലും അങ്ങനത്തെ 4 ഓർമ്മകളും കൂടി ഒന്ന് പങ്കുവയ്ക്കാം. ഞാനിപ്പോൾ വെച്ചാൽ ഞങ്ങളവിടെ തറവാട്ട് വീട്ടിലെ അവിടെ വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാവ് തന്നെയാണ് ഉള്ളത്. ആ പ്ലാവുമ്മിലൊക്കെ ഞാനൊന്ന് പ്ലാവുമ്മിൽ കയറി ചക്കടല്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു കാലം നമുക്ക് ഏകദേശം സ്കൂൾ പൂട്ടുന്ന ഒരു കാലം കൂടിയാണല്ലോ. അവർ ഏപ്രിൽ മെയ് മാസത്തിൽ ആ സമയത്തൊക്കെയാണല്ലോ ചക്ക കൂടുതലുണ്ടാവുക. അപ്പോൾ അന്ന് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുന്ന സമയത്ത് നേരെ രാവിലെ തന്നെ പ്ലാവുമ്മ കയറി ചക്കടല്. അപ്പം അങ്ങനെയൊക്കെ അന്ന് ഞങ്ങൾ പിന്നെ അമ്മയ്ക്കൊക്കെ വെച്ചാൽ അന്നൊക്കെ ചക്കയിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അന്നൊക്കെ ചക്ക കൂട്ടാൻ വെച്ചാൽ അന്ന് കഞ്ഞിയാണ് വെക്കുക. ചോറിന് തന്നെയൊന്നുമല്ല, കഞ്ഞിയാണ് പ്രധാനം. നല്ല മാങ്ങയുള്ള കാലം മാങ്ങ ഉണ്ടാവും, മാങ്ങാ സംബന്ധി ഉണ്ടാവും, അത് നല്ല നെല്ലുത്തേരിൻ്റെ കഞ്ഞിയാവും. അന്നൊക്കെ വീട്ടിൽ ഇന്നത്തെ മാതിരിയല്ലല്ലോ, അന്ന് കുറേ ആൾക്കാരുണ്ടാവും. അപ്പം പിന്നെ കഞ്ഞിയായിട്ട് വെക്കും. ചക്ക കൂട്ടാനും മാങ്ങാ സംബന്ധിയൊക്കെ ഉണ്ടാവും. പാടത്ത് പണിയെടുക്കുന്നവർക്കും ചക്കയും കഞ്ഞിയാണ്. അതേമാതിരി പറമ്പിൽ പണിയെടുക്കുന്നവർക്കും അത് തന്നെയാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നല്ല ഓർമ്മയാണത്. പിന്നെ ഇപ്പം അതുപോലെ ചക്ക നമ്മൾ ചക്ക കൂട്ടാൻ ചക്കരിശ്ശേരി എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന പോലെ തന്നെയാണ് ചക്കയുണ്ട് പലഹാരം ഉണ്ടാക്കുമല്ലോ നമ്മൾ വാഴൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട്. അതുപോലെ ചക്കയുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്, ചക്കയുണ്ട് പായസം, പിന്നെ ചക്കക്കുരു കൊണ്ടുള്ള വിഭവങ്ങൾ, ചക്കക്കുരു, മുരിങ്ങയില, ഒട്ടുമിക്ക വിഭവങ്ങളും പലതരത്തിലുള്ള പലഹാരങ്ങൾ അടക്കം ഒരുവിധം വിഭവങ്ങളൊക്കെ പറ്റും. ചക്കച്ചവടി കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കും. അത് വെളിച്ചെണ്ണയിൽ വറുത്താൽ നല്ല രസമാണ്. അപ്പോൾ നമുക്കിനി 12 മണി ആവട്ടെ ഊണ് കഴിക്കാൻ. സമയം അപ്പോൾ 12 മണിയായി. കണ്ടോ, നമ്മൾ പൂച്ച കറക്റ്റ് സമയത്തിന് എത്തി, അവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കുകയാണ്. പിന്നെ മീൻ മുളകിട്ടത്, മത്തി മുളകിട്ടത് നല്ല രസമാണ്. ഒരു മുളകിട്ട ഈ ഒരു കറി കൂടി ഉണ്ടെങ്കിൽ, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളരിക്ക അങ്ങനെ എന്തെങ്കിലും മുളകിട്ടതാണെങ്കിലും മതി. ചക്ക നല്ല കണ്ടോ കട്ടായിട്ട് തന്നെ അങ്ങനെ തന്നെ ഉണ്ട് ഒന്നു. പിന്നെ ഇപ്പോൾ പപ്പടം കാച്ചിയത്. ഇന്നിപ്പോൾ അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കൂട്ടാനാണ്. അപ്പോൾ ചക്ക കൂട്ടാനും മീൻ മുളകിട്ടത്, പപ്പടം കാച്ചിയത്. എങ്ങനെയുണ്ട് ചക്ക കൂട്ടാൻ? ആദ്യം ചക്കനെ നോക്കട്ടെ. ചക്ക നല്ല വേവും അരച്ചതും ഒക്കെ പാകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.